പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 21 പള്ളിക്കൂദർച്ച കാലം 3-ാം ചൊവ്വ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ, യൂദായുടെ ലേഖനം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ഒരുപാട് ഭിന്നിപ്പിന്റെയും മറുതലിപ്പിന്റെയും അശുദ്ധിയുടെയും അവിശ്വസ്തതയുടെയും കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷെ അത് ഇന്നിന്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. ആദിമ ക്രൈസ്തവ സമൂഹത്തിലും അത് നിലനിന്നിരുന്നു. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ അവയിൽ ചിലതെല്ലാം വിശുദ്ധ യൂദാസ് വളരെ വ്യക്തതയിൽ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നകന്ന മനുഷ്യവംശം ദുഷ്ടതയിൽ വളർന്ന് അവിടെ നിന്ന് അകലുന്നതിൻ്റെയും തമ്പുരാൻ അവരെ വീണ്ടെടുക്കാനായി തന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെയും ചരിത്രമാണല്ലോ രക്ഷാകര ചരിത്രം. പക്ഷെ ഇന്ന് നാം വിചിന്തന വിഷയമാക്കുന്നത് ഈ തിന്മയുടെ വളർച്ചയെ കുറിച്ചല്ല. പകരം തിന്മ വർദ്ധിക്കുന്ന ലോകത്ത് എങ്ങനെ നമ്മെ തന്നെ നിത്യജീവിതത്തിനായി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതിനുള്ള വഴികളെ കുറിച്ചാണ് വിശുദ്ധ യൂദാസ് പറയുകയാണ്. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിനെന്ന്. അതിനായി തിന്മയെ വെറുക്കുമ്പോഴും വഴിതെറ്റിയവരോട് അനുകമ്പയും കാരുണ്യവും ഉള്ളവരാകണം നാം എന്ന്. കൂടാതെ നാം തന്നെയും വഴിതെറ്റാതിരിക്കാൻ നമ്മെ തമ്പുരാനോട് ഉപവിപ്രവൃത്തികളിൽ ചേർത്തുപിടിക്കാൻ സാധിക്കണമെന്നും. സുവിശേഷ ഭാഗത്ത് ഇത്തരത്തിൽ ബലഹീനരായ കുറെ പേർ എപ്രകാരം തങ്ങളെ തന്നെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. തങ്ങൾക്കുള്ളതുകൂടി സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു അനുഗമിക്കലായിരുന്നു അവരുടേതെന്ന്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് തിരിച്ചറിയുന്നു അവർ. കാരണം ഓരോ ഉപേക്ഷയും അവരെ ലോകത്തിൽ നിന്ന് മാറ്റി ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഓരോ ക്രിസ്തു ശിഷ്യനും സ്വന്തമാക്കേണ്ട ഒരു തിരിച്ചറിവാണിത്. ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യത്തിൽ പങ്കുപറ്റുന്ന നമുക്കുള്ളവ മറ്റുള്ളവർക്കായി സമർപ്പിക്കാൻ, പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.